പലപ്പോഴും പല ആളുകളും ഈ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ഈ പാത്രിയാർക്കീസ്, എന്താണ് ഇപ്പോൾ ഈ പാത്രിയാർക്കീസ് കിട്ടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താണ് പാത്രിയാർക്കീസ്? പൊതു സമൂഹത്തിൽ ചോദിക്കുന്ന ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി ആയിട്ടാണ്. കാതോലിക്ക, പാത്രിയാർക്കീസ്, കർദിനാൾ, ആർച്ച് ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ കാണുമ്പോൾ ഇതുമായി വലിയ പരിചയമില്ലാത്തവർക്ക് ഇതെന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇപ്പൊ കപ്പ്യാരും കാതോലിക്കായും എല്ലാം ഒരുപോലെയാണ് പുറത്തുള്ളവർക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് പാമ്പിനെ കണ്ടാലും പാമ്പേ പാമ്പേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മലയാളികൾ ഈ മാവാ സുരേഷ് വന്ന് ബോധവൽക്കരണ പരിപാടികൾ നടത്തി. പിന്നെ ഓരോ പാമ്പയും കാണുമ്പോൾ വെള്ളിക്കെട്ടൻ, മൂർഖൻ, ശംഖുവരയൻ, അണലി, ഇങ്ങനെ ഓരോ പേരുകളൊക്കെ തിരിച്ചറിയാനും വിളിക്കാനും ഒക്കെ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഇത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു പരിശ്രമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ വംശത്തലയനാണ്, ഒരു വർഗത്തിന്റെ മുഴുവൻ പിതാവ് എന്നതാണ് പാത്രിയാർക്കീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് സബോർഡിനേറ്റ് ടു എനിവൺ, ഹി ഈസ് ദ സുപ്രീം ഹെഡ് ഓഫ് ദാറ്റ് ക്ലാൻ. ആ കൂട്ടത്തിന്റെ തലവനെയാണ് പാത്രിയാർക്കീസ് എന്ന് വിളിക്കുന്നത്. ബിബ്ലിക്കലി നമ്മൾ പറയുമ്പോൾ വി ഹാവ് 3 പാട്രിയാർക്സ്. പാട്രിയാർക്സ് എന്ന് പറയുന്നത് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബുമാണ് നമ്മുടെ പാത്രിയാർക്കീസുമാർ. 3 പാത്രിയാർക്കീസുമാരാണുള്ളത്. എക്ലീഷ്യാസ്റ്റിക്കലി we had 3 patriarchs. Biblically, we have 3 patriarchs. They are Abraham, Isaac, and Jacob. Ecclesiastically, also we have 3 patriarchs. Those are Antioch, Alexandria, and Rome. അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും റോമിലും 3 പാത്രിയാർക്കീസുമാർ. 3 patriarchal sees, 3 അപ്പോസ്തോലിക് സീസ്. അപ്പോൾ ഈ 3 സിംഹാസനങ്ങൾ, അത് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. ഇതില് ചില നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസിനെ പോപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത് സ്നേഹപൂർവ്വം അവിടെയുള്ളവർ ഇട്ട ഒരു വിളിപ്പേരാണ് പോപ്പ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസിന്റെ ഈ ഓമന പേര് റോമൻ പാത്രിയാർക്കീസും അനുകരിച്ചു. അദ്ദേഹവും പോപ്പ് എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ ആദ്യം അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസാണ് പോപ്പ് എന്ന വിശേഷണം സ്വീകരിച്ചത്. അലക്സാണ്ട്രിയൻ പാത്രിയാർക്കീസിനെ അനുകരിച്ച് റോമൻ പാത്രിയാർക്കീസും പോപ്പ് എന്ന പേര് സ്വീകരിച്ചു. റോമൻ സാമ്രാജ്യം 2 തലസ്ഥാനങ്ങൾ വെച്ചാണ് ഭരിച്ചിരുന്നത്. അതായത് വലിയ വിശാലമായ സാമ്രാജ്യമായതുകൊണ്ട് കിഴക്കൻ പ്രദേശങ്ങളെ കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമാക്കിയും പടിഞ്ഞാറൻ പ്രദേശങ്ങളെ റോം തലസ്ഥാനമാക്കിയും, അങ്ങനെയാണ് റോമൻ സാമ്രാജ്യം ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ എംപയർ എന്നും അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ആസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരമായതുകൊണ്ട് റോമൻ സിറ്റിക്ക് തത്തുല്യമായ പ്രാധാന്യം കോൺസ്റ്റാന്റിനോപ്പിളിനും നൽകപ്പെടുന്നത് കൊണ്ടും കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പിനെയും ഒരു പാത്രിയാർക്കീസായിട്ട് കണക്കാക്കണം എന്നൊരാവശ്യം ഉയർന്നു. അങ്ങനെ പിൽക്കാലത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ ബിഷപ്പും പാത്രിയാർക്കീസ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അങ്ങനെ ക്രിസ്തീയ സഭയ്ക്ക് 4 പാത്രിയാർക്കീസുമാരായി. സത്യത്തിൽ 3 പാത്രിയാർക്കീസുമാരാണുള്ളത്: അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. ഇതാണ് 3 പുരാതന സിംഹാസനങ്ങൾ, അല്ലെങ്കിൽ 3 പാത്രിയാർക്കീസുമാർ. പിന്നീട് ജെറുസലേം ആദ്യത്തെ സഭ ആയിരുന്നത് കൊണ്ട് ഒരു ആലങ്കാരിക പാത്രിയാർക്ക സ്ഥാനം, വിത്ത് നോ ജൂറിസ്ഡിക്ഷൻ, വിത്ത് നോ അതോറിറ്റി. അതൊരു ആലങ്കാരിക സ്ഥാനമാണ് ജെറുസലേം പാത്രിയാർക്കീസ്. അതുകൊണ്ട് ജെറുസലേം പാത്രിയാർക്കീസ് എന്നൊരു സ്ഥാനം കൽപ്പിച്ചു. ആ ജെറുസലേം പാത്രിയാർക്കീസിന്റെ കെസറിയയിലെ ബിഷപ്പിന് കീഴിലായിരിക്കും ജെറുസലേം പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സ്വതന്ത്ര പാത്രിയാർക്കീസോ ഒന്നുമല്ല, അതൊരു ആലങ്കാരിക സ്ഥാനം മാത്രമാണ്. അപ്പൊ അങ്ങനെ പാത്രിയാർക്കീസുമാരുടെ എണ്ണം 5 ആയി. അതായത് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. റോമൻ പാത്രിയാർക്കീസിന്റെ സ്ഥാനം 2ആയിട്ട് പകുത്തു. കാരണം റോമൻ ചക്രവർത്തിയുടെ സീറ്റ് 2ആയിട്ടിരുന്നതുകൊണ്ട് റോമൻ പാത്രിയാർക്കീസിനെ 2ആക്കി. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ അത് റോമൻ പാത്രിയാർക്കീസിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. റിപ്ലിക്ക ഇമേജ് ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അങ്ങനെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസ് വരുന്നത്. ഒറിജിനലി 3 പാട്രിയാർക്സ്.
3 പാത്രിയാർക്കീസുമാരാണ് ഉള്ളത്. അതെല്ലാ കാലത്തും നമ്മൾ സൂക്ഷ്മമായിട്ടും സത്യസന്ധമായിട്ടും മനസ്സിലാക്കുമ്പോൾ ഈ 3 പാത്രിയാർക്കീസുമാരാണുള്ളത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 1000 വർഷം കഴിഞ്ഞപ്പോൾ ഓൾഗ രാജ്ഞിയുടെ കാലത്ത് റഷ്യയില് ഓർത്തഡോക്സ് സഭ രൂപ വരുമ്പോൾ റഷ്യൻ സഭയുടെ തലവൻ പാത്രിയാർക്കീസ്, അങ്ങനെ റഷ്യൻ പാത്രിയാർക്കീസ് വരുന്നു. ബാക്കി ഓരോ തദ്ദേശീയ സഭകളുടെയും ഓട്ടോണമസ് സഭകളുടെ ഒക്കെ തലവനെ പാത്രിയാർക്കീസ് എന്ന് വിളിക്കാൻ തുടങ്ങി. സ്വതന്ത്രമായ ഭരണ ചുമതലയുള്ള സഭകളുടെ അധ്യക്ഷന്മാർ. അതുകൊണ്ടാണ് അർമീനിയൻ പാത്രിയാർക്കീസ്, എത്യോപ്യൻ പാത്രിയാർക്കീസ്, അങ്ങനെ ഓരോ സ്വതന്ത്രമായി ഭരിക്കുന്ന സ്വയം നിർണയാവകാശമുള്ള സഭകളൊക്കെ പാത്രിയാർക്കീസുമാരായി.